ഓക്കെ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ഞാനിതിൽ ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഇതൊക്കെ ആയിരിക്കും നമ്മൾ +1 +2 കണ്ടു വന്നിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ സ്റ്റഡി മാറ്ററിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ആലോചിക്കേണ്ടത്? ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതായത് ഈ ബാഡപ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രമേ നമുക്ക് ആ ക്വസ്റ്റ്യനിലുള്ളൂ. ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ബാഡപ്സ് ആൻഡ് ഇറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസിൻ്റെ ഒരു എക്സ്ട്രാക്ട് തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സിൻ്റെയും ബാഡപ്സിൻ്റെയും എമൗണ്ട് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബാഡ് ഇസ് ഈക്വൽ ടു 5,000. പിന്നെ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് 10% ഓൺ ഡെറ്റേഴ്സ്. ആൻഡ് ഓൾസോ വി ഹാവ് ടു ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ആൻഡ് ഡെറ്റേഴ്സ് അറ്റ് ലെറ്റ്സ് സേ 5%. ഓക്കെ, 5%. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ക്വസ്റ്റൻ ആണ്. ഇപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ +1 +2 നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം. അതായത് ക്വസ്റ്റനിൽ നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും, അതിൽ ഡെറ്റേഴ്സ് ഉണ്ടാവും, ബാഡപ്സ് ഉണ്ടാവും, ഇതുപോലെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയുന്നുണ്ടായിരിക്കുക. ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ സ്റ്റഡി മാറ്റത്തെ പോയിന്റിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എക്സ്ട്രാക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ് എന്നാണ്. അതായത് എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ കോളംസ് ഒന്നും വരച്ചിട്ടില്ല, നിങ്ങൾക്ക് ഈ പോയിന്റ് വേഗം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ട്രയൽ ബാലൻസോ അല്ലെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ആ ബാലൻസ് ഷീറ്റോ മൊത്തത്തിൽ കാണിക്കാതെ, അതായത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവില്ലേ, അതിലെല്ലാ ഐറ്റംസും കാണിക്കാതെ നമ്മൾ പറയുന്ന ഈ ഒരു കേസിൽ, ഈ ക്വസ്റ്റിൻ്റെ കേസിൽ നമ്മൾ ബാഡപ്സ് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ആ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കാണിക്കുക. അതിനാണ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ആ ഒരു കാര്യത്തെ മാത്രം കാണിക്കുക. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് എക്സ്ട്രാക്ട് ആണ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ട്രയൽ ബാലൻസ്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ക്വസ്റ്റനിൽ എന്താ പറയുന്നത്, നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്ട്രാക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ഓൾസോ ബാലൻസ് ഷീറ്റ്. അപ്പോൾ എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യാൻ പറയാൻ കാരണം ഈ ഒരു പോയിന്റുകൾ മാത്രമേ നമ്മൾ അതിനുള്ളിൽ എഴുതേണ്ട കാര്യമുള്ളൂ. നമുക്ക് ആ ഒരു ഇൻറ്റയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, ഓൺലി ദിസ്, റൈറ്റ്. അപ്പോൾ അതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ട്രയൽ ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് അത് കൊണ്ടുപോകുക? ഹിയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ, ഓൾറെഡി ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ നമുക്കൊരൊറ്റ സ്ഥലത്ത് കാണിക്കേണ്ടതായിട്ടുള്ളൂ. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വി ഹാവ് ടു ഷോ ദം ഇൻ 2 sides, റൈറ്റ്. 2 effects നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാച്ചിങ് കോൺസെപ്റ്റ് ഓക്കെ ആവണമെങ്കിൽ വി ഹാവ് ടു ഗീവ് ദം 2 effects, റൈറ്റ്. ബട്ട് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ ട്രയൽ ബാലൻസിൻ്റെ ഉള്ളിലുള്ള സാധനമാണെങ്കിൽ വി ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓൺലി അറ്റ് 1 place, റൈറ്റ്. ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ നമ്മൾ അത് എഴുതേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബാഡപ്സ് എഴുതാം, റൈറ്റ്. സോ ബാഡപ്സ് എന്ന് പറയുന്നത് 10,000 ആണ്. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എഴുതാം. ഓക്കെ, സോ ബാഡപ്സ് എന്ന് പറഞ്ഞാൽ 10,000 കാണിച്ചു. ഓർ യു ക്യാൻ റൈറ്റ്, നമുക്ക് 10,000 ഇങ്ങനെ കാണിക്കുന്നതിനെക്കാട്ടും നമുക്കൊരു കാര്യം ചെയ്യും, ഇവിടെ ഇന്ന കോളത്തിൽ വി ഹാവ് ടു റൈറ്റ് 10,000. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുന്നില്ല, അത് എൻഡ് നമുക്ക് എഴുതാം. ഓക്കെ, സോ 10,000 ബാഡപ്സ്, ഫൈൻ. ഇനി ബാഡപ്സ് റിലേറ്റഡ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കുക. അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ളിൽ വേറെ ബാഡക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബാഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ഫെർദർ ബാഡപ്സ്, റൈറ്റ്. ഫെർദർ ബാഡപ്സ്, ഇനിയും ബാഡക്റ്റ് ഉണ്ട്. സോ ഫെർദർ ബാഡപ്സ് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന ബാഡക്റ്റിനോട് കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഫെർദർ ബാഡക്ട്സ് വി ഹാവ് ടു ആഡ് വിത്ത് ദി ബാഡക്റ്റ്. ഓക്കെ, സോ ഫെർദർ ബാഡപ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ് ഉള്ളത്? 5,000, റൈറ്റ്. സോ 5,000 ഹാവ് ടു ബി ആഡഡ് ടു ദിസ് ബാഡക്ട്സ്, ഫൈൻ. ഓക്കെ, ഇനി അടുത്തത് എന്താ ഉള്ളത്? അടുത്ത നമുക്ക് ക്വസ്റ്റനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഡെറ്റേഴ്സ് നമ്മൾ എവിടെ എഴുതാം? ബാലൻസ് ഷീറ്റിലാണ് എഴുതാം. ഓക്കെ, സോ നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് ഒന്ന് പ്രിപ്പയർ ചെയ്താലോ? ഓക്കെ, സോ നമ്മൾ അടുത്തത് നോക്കാൻ പോണത് ഈ പറയുന്ന ഡെറ്റേഴ്സ് നമ്മളിവിടെ നോട്ട് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് വരച്ചിട്ടുണ്ട്. ഇത് അസറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് എഴുതുക? ഈ പറയുന്ന ഡെറ്റേഴ്സ് എഴുതുക. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു സൈഡിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ, ഇത് എക്സ്ട്രാ ആണ്. അപ്പോൾ ഇവിടെ ഇത് എക്സ്ട്രാ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് വരയ്ക്കാം. നമ്മുടെ സ്റ്റഡി മാറ്റിലൊക്കെ അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, എക്സ്ട്രാക്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. സോ ഫസ്റ്റ് നമ്മൾ ഡെറ്റേഴ്സ് എത്ര എഴുതുന്നത്? 1 lakh ആണ് നമുക്ക് ക്വസ്റ്റനിലുള്ളത്. സോ വി ആർ ജസ്റ്റ് റൈറ്റിംഗ് 1 lakh, ഫൈൻ. ഇനി ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുക, നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ? ബാഡപ്സ്, ഇവിടെ നമ്മുടെ ട്രയൽ ബാലൻസിനുള്ളിലുള്ള ബാഡപ്സ് എത്ര? 10,000. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഫെർദർ നമുക്കൊരു 5,000 ബാഡറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ കാണുന്ന ബാഡറ്റ് ഉണ്ടല്ലോ, ഈ 10,000 നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറയുന്ന ഡെറ്റേഴ്സിൽ നിന്നും കുറയ്ക്കാൻ പാടില്ല. ബാലൻസ് ഷീറ്റിൽ നമ്മൾ കുറയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കുറയ്ക്കാറുണ്ടെന്ന് പറയുന്നതോ അത് നമ്മൾ ഫെർദർ ബാഡറ്റ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? കുറയ്ക്കാനായിട്ട്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഈ ബാഡറ്റ് 5,000 വന്നല്ലോ, ഈ 10,000 കുറയ്ക്കരുത്. ബട്ട് വി ഹാവ് ടു സബ്ട്രാക്ട് 5,000 ഫ്രം ദിസ് 1 lakh. സോ സബ്ട്രാക്ട് ഫെർദർ ബാഡറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? 5,000, റൈറ്റ്. 5,000 വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട്. അപ്പോൾ ഇത് 5,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ഹൗ മച്ച്?
95,000 റൈറ്റ് 95,000. ഓക്കെ, ഇപ്പോൾ 95,000 ആണ് ഡെറ്റേഴ്സിൻ്റെ വാല്യൂ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് അറ്റ് 10% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ഇവിടെ സ്റ്റാർട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദർ ഇസ് നോ പ്രൊവിഷൻ മെയിൻറ്റെയിൻ ഇൻ ദ ബിഗിനിങ്. അതായത് ഈ പറയുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഒന്നും നമ്മൾ മുന്നേ പ്രിപ്പയർ ചെയ്തിട്ടില്ല, അതുപോലെ ആ അക്കൗണ്ടിൽ ബാലൻസുകളൊന്നുമില്ല. വി ഹാവ് ടു ക്രിയേറ്റ് നൗ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിന്ന് എമൗണ്ട് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫസ്റ്റത്തെ വീഡിയോയിൽ. വിൽ ടേക്ക് ദാറ്റ് ഫ്രം ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ ഈ പ്രൊവിഷൻ്റെ എമൗണ്ടുകൾ എടുത്തുകൊണ്ട് പോകുന്നത്. സോ ഈവൻ ബിഫോർ ദാറ്റ് നമുക്ക് എത്രയാണ് ഈ പ്രൊവിഷൻ്റെ എമൗണ്ട് എന്നറിയണം. അതിനായിട്ട് 10% ഓൺ ഡെറ്റേഴ്സ് എന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മളറിയാതെ എന്ത് പൊട്ടി ചെയ്യും, ഈ കാണുന്ന ഡെറ്റേഴ്സിന് മേൽ 10% അപ്ലൈ ചെയ്ത് വിൽ ജസ്റ്റ് റൈറ്റ് 10,000 നമ്മൾ എഴുതി വയ്ക്കും. പക്ഷെ അത് തെറ്റാണ്. ഹിയർ ഇവിടേക്ക് നോക്കുക, ഇവിടെ ഡെറ്റേഴ്സ് 1 lakh ഉണ്ടായിരുന്നു, ഫർദർ ബാലൻസ് 5,000 കുറച്ചപ്പോൾ 95,000 ആയില്ലേ. ഈ 95,000 മേൽ വേണം വി ഹാവ് ടു ക്രിയേറ്റ് ദിസ് പ്രൊവിഷൻ. ഈ പ്രൊവിഷൻ ഫോർ ബാലൻസ് വി ഹാവ് ടു ക്രിയേറ്റ് ഓൺ ദിസ് 95,000. ഓക്കെ, ഈ 95,000 മേലാണ് യു ഹാവ് ടു ക്രിയേറ്റ് ദ പ്രൊവിഷൻ ഫോർ ബാലൻസ് 10%. സോ ലെറ്റ്സ് റൈറ്റ് ദാറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊവിഷൻസ് ഒന്നുമില്ല, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ 95,000 ആണെന്നല്ല പറഞ്ഞത്, ഈ 95,000 മേലെ വി ഹാവ് ടു ഡു വാട്ട് 10%. 10% ചെയ്യുമ്പോൾ 9,500 ആണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൊവിഷൻ ഫോർ ബാലൻസ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി എന്തില്ല, ബാലൻസുകളോ പ്രൊവിഷൻ ഫോർ ബാലൻസിൻ്റെ ബാലൻസുകളൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനാൽ നമ്മൾ ഈ പറയുന്ന എമൗണ്ട് എവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് എടുക്കും. ചില കേസുകളിൽ ഇനി നമ്മൾ അടുത്തത് പറയാമല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇയറിൻ്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ബിഫോർ ദാറ്റ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്താൽ മതി. സോ 10% ഓൺ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്, 10,000 15,000 ആണ് ഇവിടെ. ഓക്കെ, ഇതിപ്പോൾ 50,000. ഇനി നമ്മൾ അടുത്തത് നമ്മളിവിടെ കാണിക്കണം, ഇത് നമ്മുടെ പ്രോഫിറ്റിനെ കുറയ്ക്കുന്നു. പ്രോഫിറ്റിൽ നിന്നാണ് എമൗണ്ട് എടുക്കുന്നത്, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. സോ നമുക്ക് പ്രൊവിഷനോ അല്ലെങ്കിൽ നമുക്ക് എന്തും കൂടി എഴുതാം, റിസർവ് എന്നും കൂടി അവർ യൂസ് ചെയ്യും വേർഡ് കേട്ടോ. അതും കൂടി നിങ്ങൾ ഫെമിലിയർ ആവണം. റിസർവ് ഫോർ ബാലൻസ്, റിസർവ് ഫോർ ബാലൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ എത്ര എമൗണ്ട് കിട്ടിയത്, 9,500. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 5% ഓൺ ഡെറ്റേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇപ്പോൾ ഓൾറെഡി 95,000 ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, 95,000 മേലെ 5% പോയിട്ട് അപ്ലൈ ചെയ്യും. അല്ല, നമ്മളെവിടെ എന്താ ചെയ്യേണ്ടത്, 9,500 കുറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു, എന്തിന്, ബാലൻസിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു 9,500. സോ ഈ 9,500 നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡെറ്റേഴ്സിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. റൈറ്റ്, ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സിനൊക്കെ എന്തുണ്ടാവും, 2 എഫക്ട്സുകൾ ഉണ്ടാവും. റൈറ്റ്, സോ നമുക്ക് നോക്കാം 2 എഫക്ട്സ് ആയി നോക്കാം. ഇവിടെ ബാലൻസ് നോക്കിയാൽ 5,000 നമ്മൾ എവിടെ എഴുതി, ഡെബിറ്റ് സൈഡ്. റൈറ്റ്, 5,000 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി. ആൻഡ് ഓൾസോ നമ്മൾ അസറ്റിൽ നിന്ന് നമ്മൾ കുറച്ചു. നമ്മൾ പറഞ്ഞ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ഉള്ള സംഭവങ്ങളാണല്ലോ. അവിടെ നമ്മളൊരു സാധനം കുറച്ച് കാണിച്ചാൽ അതിന് എന്ത് എഫക്റ്റാണ്, ക്രെഡിറ്റ് എഫക്റ്റാണ്. സോ നമ്മൾ 2 എഫക്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡെബിറ്റ് എഫക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ കൊടുത്തു, ക്രെഡിറ്റ് എഫക്റ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കൊടുത്തു. ഓക്കെ, ഇനി ഹിയർ വെൻ യു സീ ഹിയർ 10% പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് നമ്മൾ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിന് നമ്മൾ ഡെബിറ്റ് സൈഡിലെ എഫക്റ്റ് കൊടുത്തു. വി ഹാവ് ടു ഗീവ് ഇറ്റ് ക്രെഡിറ്റ് എഫക്റ്റ്. റൈറ്റ്, ക്രെഡിറ്റ് എഫക്റ്റ് കൊടുക്കാനായിട്ട് വി ഹാവ് ടു സബ്ട്രാക്ട് എഗെയിൻ ഈ പറയുന്ന ഡെറ്റേഴ്സിൽ നിന്ന് വി ഹാവ് ടു സബ്ട്രാക്ട് റിസർവ് ഫോർ ബാഡ് ഡെറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സോ 9,500 നമ്മൾ ഈ 95,000 കുറയ്ക്കുമ്പോൾ യു വിൽ ഗെറ്റ് വാട്ട്, 85,500. Okay, 85,500 ആയി. Now you have to create provision for discount on debtors at 5% on this amount. ഈ 85,500 മേൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അണ്ടർസ്റ്റുഡ്? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 85,500 മേലെ വി ആർ ഗോയിങ് ടു അപ്ലൈ 5% അല്ലേ? യെസ്, 5% അപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 4275. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 4275 നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഫക്റ്റ് കാണിച്ചു. ഓക്കെ, ഇനി അതും ഇവിടെ കാണിക്കണം. നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് എഫക്റ്റും കാണിക്കണം. റൈറ്റ്, സോ ഇവിടെ പ്രൊവിഷൻ ആണ് ഏതെങ്കിൽ ഇവിടെ പ്രൊവിഷൻ തന്നെ എഴുതാം കേട്ടോ. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് യു ഹാവ് ടു സബ്ട്രാക്ട് ദിസ് 4275 ഫ്രം ഹിയർ. സോ 85,000 നിന്ന് 85,500 നിന്ന് വി ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് 4275 and we'll get 81,225. ആക്ച്വലി ഇതിവിടെ എഴുതണ്ട, ഇവിടെ എഴുതിയാൽ മതി.
ഡെറ്റേഴ്സ് ഇപ്പോൾ 81,000 ഇത്രയാണ്. ഓക്കെ, ഇത് ഇവിടെ എഴുതാനായിട്ട് പകരം യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഇൻ ദ ഔട്ടർ കോളം. ഓക്കെ, ഇത് മെയിൻ കോളത്തിൽ എഴുതാം. ഇതാണ് ശരിക്കും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ബിഗിനിങ്ങിൽ നമുക്ക് ബാലൻസുകളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, അങ്ങനത്തെ അവസ്ഥയിലാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ബിഗിനിങ് ഓഫ് ദി ഇയറിൽ നമുക്ക് ബാലറ്റിൽ പ്രൊവിഷൻ ഫോർ ബാലറ്റിൻ്റെ ബാലൻസ് ഉണ്ട്, 1 lakh ബാലൻസ് ഉണ്ട്. ഓക്കെ, ഇനി ആ ഒരു വർഷത്തിൽ ബാലറ്റ് വന്നിട്ടുള്ള എത്രയാണ്? 50,000 ആണ് ബാലറ്റ് വന്നിട്ടുള്ളത്. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് പ്രൊവിഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. 11% ഓൺ ഡെറ്റേഴ്സ് നമുക്ക് പ്രൊവിഷൻ ഫോർ ബാലറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. ആൻഡ് ഫോർ ദാറ്റ് സൺഡ്രി ഡെറ്റേഴ്സ് നമുക്ക് തന്നിട്ടുള്ളത് 10 lakh ആണ്. Let's say the provision to be maintained at the end of the year is 4% instead of 11%. What will be the difference? അപ്പോൾ ആദ്യം നമുക്ക് 11%ൻ്റെ കേസ് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഓൾറെഡി പ്രൊവിഷൻ ഫോർ ബാലൻസ്, അതായത് നമ്മൾ ഭാവിയിൽ നഷ്ടം മുൻകൂട്ടി കണ്ടിട്ട് നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തതായിരിക്കാം, കഴിഞ്ഞ കൊല്ലം ക്ലോസിങ്ങിലുണ്ടായിരുന്ന കഴിഞ്ഞ കൊല്ലം ക്ലോസിങ്ങിൽ മെയിൻറ്റെയിൻ ചെയ്ത പ്രൊവിഷൻ ആയിരിക്കും, പ്രൊവിഷൻ്റെ ബാലൻസ് ആയിരിക്കും 1 lakh. ഓക്കെ, ഫൈൻ. അപ്പോൾ അത് ഇപ്പോഴത്തെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രൊവിഷൻ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതിൽ 1,00,000 രൂപ ഇപ്പോൾ ഉപയോഗിക്കാതെ അവിടെ ഇരിക്കുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു വർഷത്തിൽ നമുക്ക് ബാഡറ്റ് വന്നു 50,000 വന്നപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ എമൗണ്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഈ നഷ്ടം വഹിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ആ ശരിക്കും ആ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് എവിടെ നിന്ന് എടുക്കും? ഈ പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എടുക്കും. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇനി ബാഡറ്റിന് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് 11% ആണ്. ഓക്കെ, നമ്മൾ 1,00,000 നിന്ന് ഓൾറെഡി 50,000 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ആൻഡ് ബാക്കി ഇപ്പോൾ 50,000 ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇപ്പോൾ ഈ സൺഡ്രി ഡെറ്റേഴ്സ് ഇപ്പോൾ 10 lakh ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ ബാഡപ്സ് വന്നു, ബാഡപ്സ് വന്നാൽ വി ഹാവ് ടു സബ്ട്രാക്ട് ഇറ്റ് ഫ്രം ദി സൺഡ്രി ഡെറ്റേഴ്സ്. ഇത് ഈ ബാഡപ്സ് കുറച്ച് കഴിഞ്ഞിട്ടുള്ള സൺഡ്രി ഡെറ്ററിന് മേൽ വേണം വി ഹാവ് ടു അപ്ലൈ ദിസ് 11%. ആ 11% അങ്ങനെ കിട്ടുന്ന 11% എമൗണ്ട് ആണ് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ പ്രൊവിഷൻ ഫോർ ബാഡറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് ഏത് അക്കൗണ്ട്? പ്രൊവിഷൻ ഫോർ ബാഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നൗ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിവിടെ പ്രൊവിഷൻ ഫോർ ബാഡപ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. പ്രൊവിഷൻ ഫോർ ബാഡപ്സ് അക്കൗണ്ട്. അതുപോലെ ഈ ഇത് വരയ്ക്കുന്നതിലൂടെ നമ്മൾ എന്ത് കാര്യമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതുക എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ലൈൻ പോലെ സാധനങ്ങളൊന്നും വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. പർട്ടിക്കുലേഴ്സ്. ഓക്കെ, ഇവിടെ ശരിക്കും ഡേറ്റ് വരേണ്ടതാണ്. ഡേറ്റിന് ചെറിയൊരു സ്ഥലം വിടാൻ ഡേറ്റൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇതിന് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇതാണ് പ്രൊവിഷൻ ഫോർ ബാലൻസിൻ്റെ ബാലൻസ് ഏതാണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ആണ് വരിക, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ശരിക്കും നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് തന്നെ പറയാം. ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്രെഡിറ്റ് ബാലൻസ് ആണ്, പക്ഷെ ഇത് കോൺട്രാ അസറ്റ് എന്ന് പറയും. കോൺട്രാ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അസറ്റിൽ നിന്നും കുറച്ച് കാണിക്കുന്ന ഒരു ഐറ്റമാണ് ഈ സംഭവം, റൈറ്റ്? ഫൈൻ. അപ്പോൾ നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡറ്റ് ബാലൻസ് വന്നിട്ടുള്ള എത്രയാണ്? 1 lakh. സോ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട് അല്ലേ. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ ഇവിടെ എഴുതാം, ബൈ ബാലൻസ് ബ്രോ ഡൗൺ വി ഹാവ് വാട്ട്? 1 lakh. 1 lakh ഉണ്ട്. ഓക്കെ, ഇനി ബാഡറ്റ്സ് ഫോർ ദാറ്റ് ഡേ 50,000 ആണ്. അപ്പോൾ നമ്മൾ നഷ്ടം വന്നു, ഈ നഷ്ടം നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ടിൽ നിന്നാണ് എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്രെഡിറ്റ് ബാലൻസ് ഉള്ള സാധനം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതുകൊണ്ട് പ്രൊവിഷൻ ഫോർ ബാഡറ്റ്സ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ വന്നിട്ട് എങ്ങനെയാണ് പ്രൊവിഷനിൽ നിന്ന് എമൗണ്ട് കുറഞ്ഞത്? ബാഡപ്റ്റ് കാരണം. ഇതാണ് ഇതിനർത്ഥം വരുന്നത്. ഓക്കെ, സോ 50,000 നമ്മൾ ഈ പറയുന്ന അക്കൗണ്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. 50,000. ഓക്കെ, 1,00,000 ആയിരുന്നു, അത് 50,000 രൂപ നമ്മൾ ബാഡറ്റ് ആയതുകൊണ്ട് എടുത്തു. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നു, നമ്മളോട് പറയാണ് ടു മെയിൻറ്റെയിൻ പ്രൊവിഷൻ ഫോർ ബാഡറ്റ് അറ്റ് 11% ഓൺ ഡെറ്റേഴ്സ്. 11% ഡെറ്റേഴ്സിന് മേൽ നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറയാണ്. സോ വി ഹാവ് ടു എന്താണ് ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെയല്ലേ. സോ ഇത് ആക്ച്വലി എന്താണ്? ബാലൻസ് ക്യാരി ഡൗൺ ആണ്. ഓക്കെ, ഈ ബാലൻസ് ക്യാരി ഡൗൺ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരാം. സോ കുറച്ച് താഴെ പോയിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റിൻ്റെ എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്. സോ വെൻ വി പ്രിപ്പയർ ദ എക്സ്ട്രാക്ട് ഓഫ് ബാലൻസ് ഷീറ്റ്, ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുണ്ട് സൺഡ്രി ഡെറ്റേഴ്സ് ഇസ് 10 lakh ആൻഡ് ഓൾസോ ബാഡപ്റ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. ഓക്കെ, സോ ഇത് അസറ്റിൻ്റെ സൈഡ് മാത്രമാണ് കേട്ടോ. അസറ്റിൻ്റെ സൈഡ് മാത്രമാണ് വി ആർ പ്രിപ്പയറിങ്.
അസറ്റും എമൗണ്ടും. ഓക്കെ, സോ എമൗണ്ട് സൺഡ്രി ഡെറ്റേഴ്സിന് എമൗണ്ട് എത്രയാണ്? സൺഡ്രി ഡെറ്റേഴ്സ് എമൗണ്ട് ഇന്നർ കോളത്തിൽ നമ്മൾ എഴുതുക 10 lakh ആയിരിക്കും. ഓക്കെ, ഇതൊന്നും നമ്മൾ എന്ത് കുറയ്ക്കണം? വി ഹാവ് ടു സബ്ട്രാക്ട് ദ ബാഡ് ഡെപ്റ്റ്സ് എമൗണ്ട്. ബാഡ് ഡെപ്റ്റ്സിന് എമൗണ്ട് എത്രയാണ്? 50,000. എന്നിട്ട് നമ്മൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ 9,50,000 അല്ലേ? നമ്മൾ ഔട്ടർ കോളത്തിൽ 9,50,000 ആണ് നമ്മൾ എഴുതുക. ഓക്കെ, ഈ 9,50,000 മേൽ വേണം വി ഹാവ് ടു അപ്ലൈ ദസ് എത്രയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്? 11% അല്ലേ? 11% ഈ 9,50,000 മേൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. നമുക്ക് സൺഡ്രി ഡെറ്റേഴ്സ് 9,50,000 ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. ഇനി നമ്മൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ 9,50,000 മേലാണ് നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു, റൈറ്റ്? ഓക്കെ, സോ നമ്മൾ ഈ 9,50,000 മേലാണ് ഈ പറയുന്ന പെർസെൻറ്റേജ് അപ്ലൈ ചെയ്യുക, 11%. സോ ലെറ്റ് സി 9,50,000 ഇൻറ്റു 11% അപ്ലൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 1,04,500, റൈറ്റ്? 1,04,500. അപ്പോൾ നമ്മളത് അതിൻ്റെ കാൽക്കുലേഷൻസ് ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതി വയ്ക്കുകയാണ്. 9,50,000 11% അപ്ലൈ ചെയ്തപ്പോഴാണ് വി ഗോട്ട് 1,04,500, റൈറ്റ്? 1,04,500. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. അതായത് നോക്കിയേ, ഓപ്പണിംഗ് ബാലൻസ് 1,00,000. ഓക്കെ, ഇത് എന്താണ് നമ്മുടെ 50,000, ഇതാണ് നമ്മുടെ ബാഡ് ഡെപ്റ്റ്സ് ഉണ്ടായത് 50,000. ഇതാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമ്മളോട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് 1,04,500 അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്താണ്. ചിലപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല. ബാലൻസ് ബ്രോ ഡൗൺ നമ്മുടെ ബാലൻസ് 1,00,000 ഉണ്ടായിരുന്നു. അതിലെ ബാഡ് ഡെപ്റ്റ് 50,000 നമ്മൾ ഇതിൽ നിന്ന് എടുത്തു. ബാക്കി 50,000 ഉണ്ടാവും അല്ലേ? പക്ഷേ ശരിക്കും നമുക്ക് പ്രൊവിഷൻ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ ആവശ്യമുള്ളത് 1,04,500 ആണ്. 1,04,500 ആണ്. ഈ 1,04,000 ഇപ്പം എത്രയാണ് ബാക്കിയുള്ളത്? 50,000 ആണ് ബാക്കിയുള്ളത്. നമുക്ക് വേണ്ടത് 1,04,500 ആണ്. ഇപ്പോൾ ഉള്ളത് എത്രയാണ്? 50,000. ബാക്കി ഇനി എത്രയും കൂടി നമുക്ക് വേണം? 54,500. ഈ 54,500 നമ്മൾ എവിടെ നിന്ന് എടുക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസിന് എടുക്കും. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസിന് എടുക്കും. അതുകൊണ്ട് നമ്മളിവിടെ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് വന്നിട്ടുള്ള 54,500. ഓക്കെ, അപ്പോൾ ഇതിവിടെ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രൊവിഷൻ റിക്വയർഡ്, ഫർദർ പ്രൊവിഷൻ റിക്വയർഡ് എന്ന് നമ്മൾ ഇവിടെ എഴുതി വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നിലത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എക്സ്ട്രാക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താണ് എഴുതാൻ പോകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ആദ്യം പറഞ്ഞതിൽ നമ്മൾ ബാഡ് ഡെപ്റ്റ്സ് എവിടെ എഴുതിയത്? ബാഡ് ഡെപ്റ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഉള്ളിൽ എഴുതി, ഫർദർ ബാഡ് ഡെപ്റ്റ്സിനുള്ളിൽ എഴുതി, റിസർവ് ഇതിൻ്റെ ഉള്ളിൽ എഴുതി, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സ് അല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതിയത്. ഇത് എന്തുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എഴുതാൻ കാരണം? ഈ ഒരു ക്വസ്റ്റ്യനിൽ ദേ ഹാവ് നോട്ട് മെയിൻറ്റെയിൻ എനി പ്രൊവിഷൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്തിരുന്നില്ല അറ്റ് ദ ബിഗിനിങ്. അത് എൻഡിൽ വന്നിട്ടാണ് ഇവർ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവരെടുക്കുന്ന എമൗണ്ട് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നാണ്. ഓക്കെ, പ്രോഫിറ്റ് കുറയും, അതുകൊണ്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി, പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ് നമ്മൾ എമൗണ്ട് എടുക്കണേ എന്നുള്ളൊരിത് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ഈ ഒരു സംഭവം, രണ്ട് സംഭവങ്ങൾ കാരണം നമ്മുടെ പ്രോഫിറ്റ് കുറയും, അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ പറയുന്നത് മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ് അവർ ആ എമൗണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത വർഷം വരുമ്പോൾ ഇവരുടെ ബാലൻസ് ഉണ്ടാവും. അടുത്ത വർഷം ഇവർക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് 9,500 ബിഗിനിങ്ങിൽ ഓപ്പണിങ്ങിൽ ഉണ്ടാവും. ഓക്കെ, ഇനി ആ ഒരു വർഷത്തിൽ ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ 9,500 ഉള്ളിൽ നിന്ന് എടുക്കുക. ലെറ്റ്സ് സേ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് 500 ആയിരുന്നു വിചാരിക്കാം. ഓപ്പണിംഗ് ബാലൻസ് 9,500 ഉണ്ട്. ഓക്കെ, ബാഡ് ഡെപ്റ്റ് 500 ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്ര ബാലൻസ് ഉണ്ട്? 9,000 ബാലൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 9,000 എക്സ്ട്രാ വന്നു. എന്നിട്ട് ആ ഒരു വർഷത്തിൽ നമ്മൾ വീണ്ടും പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യും. ആ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ കയ്യിൽ ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വീണ്ടും ബാക്ക് ടു പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മൾ കയറ്റണം. ഇത് ഇവിടെ നമ്മൾ കാണിച്ചപ്പോൾ പ്രോഫിറ്റ് കുറഞ്ഞു, നമുക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് ഞാൻ പറഞ്ഞത് അടുത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ്ട്രാക്ട് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇവിടെ എന്ത് എഴുതിയാൽ മതി? സിൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രൊവിഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ ബാഡ് ഡെപ്റ്റ് ഇവിടെ നിന്ന് എടുത്തു. ഈ ഒരു പ്രൊവിഷൻ ഇല്ലായിരുന്നുവെങ്കിൽ വി വുഡ് ഹാവ് കൺസിഡേർഡ് ദിസ് ബാഡ് ഡെപ്റ്റ് ഇൻസൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, ആ പോയിന്റ് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ
ഇവിടെ എന്താ എഴുതുക? എല്ലാവരും പെട്ടെന്ന് ബാഡ് ഡെപ്റ്റ് എന്ന് പോയിട്ട് എഴുതി വയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ എഴുതുക എന്താ? ഇവിടെ എഴുതിയില്ലേ ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 54,500, അത് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. അത് എവിടെ എഴുതും നമ്മൾ? നമുക്ക് പ്രൊവിഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ എഴുതും? ഡെബിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അവിടെ നമ്മൾ എന്ത് എഴുതും? ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് എത്താം. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ, 54,500. ഓക്കെ, ഇതാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ഡെബിറ്റ് സൈഡിലായിരിക്കും എഴുതുക. ഇവിടെ പർട്ടിക്കുലേഴ്സ്, ഇവിടെ എമൗണ്ട്. ഇത് മാത്രമേ എഴുതേണ്ട കാര്യമുള്ളൂ. ബാഡ് ഡെപ്റ്റ് നമുക്ക് എഴുതേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ബാഡ് ഡെപ്റ്റ് എപ്പോഴും എഴുതുക? നമുക്ക് ബിഗിനിങ്ങിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ബാഡ് ഡെപ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക അവിടെ നിന്നാണ്. അല്ലെങ്കിൽ പിന്നെ ചില സമയത്ത് ഓപ്പണിംഗ് ബാലൻസ് ഒന്നും തരത്തില്ല. അവർ പറയും ഇവർക്ക് ഈ ഒരു അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം പറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇനിയും ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നോക്കിയേ. Let's say if the provision to be maintained at the end of the year is 4%. 4% ഈ 11% ഇൻസ്റ്റഡ് ആയിട്ട് നമ്മളോട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും വ്യത്യാസം വരിക? അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊക്കെ സെയിം തന്നെ. ബാലൻസ് 50,000 ആണ്. അത് കുറച്ച് 9,50,000 വന്നു. ഈ 9,50,000 മേലെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് 4% ഇൻറ്റു 4%, 38,000. സോ ഞാൻ ആ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ജസ്റ്റ് പെൻസിലോണ്ട് എഴുതി വയ്ക്കാം. സോ ഇവിടെ ഈ ഒരു എമൗണ്ടിന് പകരം വി വുഡ് ഹാവ് റോട്ട് 38,000. സോറി ഗൈസ്, ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റിങ്ങിന് കിടക്കുമ്പോഴാണ് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്കി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കട്ടായി പോയായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അത് ഒന്നുകൂടിയും പറയാം. സോ ഇവിടെ 38,000 ഇവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ 9,50,000 മേലെ 4% അപ്ലൈ ചെയ്ത് 38,000 ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഈ ഒരു അവസരത്തിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ 1 lakh ഉണ്ടായിരുന്നു ബിഗിനിങ്ങിൽ. 50,000 നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. 50,000 എടുത്തു. ഇനി നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇയർ നമ്മൾ നോക്കിയപ്പോൾ 38,000 ആണ് നമുക്ക് അവൈലബിൾ. സോ ഞാൻ അവിടെ പെൻസിലോണ്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 1,04,500 ഇൻസ്റ്റെഡ് ഓഫ് 11%. ഞാൻ വേറെ വരയ്ക്കുന്നതിന് പകരം ഞാനിങ്ങനെ ജസ്റ്റ് പെൻസിലോണ്ട് കാണിച്ചിരിക്കുകയാണ്. ടൈം കഴിയണ്ടല്ലോ. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്ക് ആവശ്യമുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് 38,000 ആണ്. 1 lakh നമുക്ക് ബിഗിനിങ്ങിൽ ഉണ്ടായിരുന്നു. 58,000 നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു അല്ലേ? 58,000 അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു. ബാക്കി ഇപ്പോൾ 50,000 ഉണ്ട്. ബട്ട് നമുക്ക് എത്ര ആവശ്യമുള്ളൂ? 38,000 നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. സോ എക്സ്ട്രാ ഇവിടെ പ്രൊവിഷൻ എക്സ്ട്രാ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നുണ്ട്. 12,000 എക്സ്ട്രാ ഉണ്ട്. ആ എക്സ്ട്രാ നമ്മൾ എവിടെ എഴുതും? ഹിയർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 12,000 പറഞ്ഞിട്ട് കാണിക്കും. ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ എന്താ കാണിക്കുക? പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ 12,000 നമ്മളിവിടെ കയറ്റും. അപ്പോൾ ഇതിവിടെ ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മുടെ പ്രോഫിറ്റ് വീണ്ടും കൂടും അല്ലേ? നമ്മൾ ഇവിടുന്ന് പ്രൊവിഷന് വേണ്ടി എമൗണ്ട് എടുത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് കുറയുന്നു. അതുകൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. ആൻഡ് വെൻ ഇവിടെ എക്സ്ട്രാ ആകുന്ന സമയത്ത് നമ്മളത് ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. സോ പ്രോഫിറ്റ് കയറും. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതിയാൽ അത് പ്രോഫിറ്റ് കൂടുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് ബേസിക് ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.